പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 26 ശനിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ കർത്താവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. സ്തോത്രം. കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യം തന്നു. കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ടും സ്തോത്രം പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അങ്ങയുടെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് നമുക്ക് ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും നമുക്ക് ഈ 26 പ്രഭാതത്തിൽ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ചേർന്ന് ആർത്ത് വിളിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആർത്ത് വിളിച്ച് ആനന്ദത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ആയുസ്സോടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാണ് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. കർത്താവിൻ്റെ കൃപയാല നമുക്കിന്ന് ഈ മെസ്സേജ് കേൾക്കുവാൻ കാണുവാൻ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സന്തോഷത്തോടെ ആർത്ത് വിളിച്ച് കർത്താവിന് സ്തോത്രം പറയണം കേട്ടോ. സങ്കീർത്തനങ്ങൾ 118 സങ്കീർത്തനം 118 24 ഇങ്ങനെ പറഞ്ഞു: ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. ഇത് നമുക്ക് വേണ്ടി കർത്താവ് തന്ന ദിവസമാണ്. 2020 ഡിസംബർ മാസം 26 എന്ന് പറയുന്നത് കർത്താവ് നമുക്ക് സൗജന്യമായി തന്നു. നമ്മുടെ പ്രവൃത്തിയാലോ നമ്മുടെ യോഗ്യതയാലോ കഴിവിനാലോ ഒന്നുമല്ല, കർത്താവ് നമുക്ക് സൗജന്യമായി തന്നു. അതുകൊണ്ട് ഈ ദിവസത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിൽ സന്തോഷിച്ച് ഉല്ലസിക്കുക. ഇനി 27, 28, 29 വായിക്കും: യഹോവ തന്നെ ദൈവം, അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു. യാഗപീഠത്തിൻ്റെ കുമ്പളുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുവീൻ. അങ്ങ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങയെ പുകഴ്ത്തും. എല്ലാവരും ഉറക്കെ പറ: യേശുവേ, അങ്ങ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങയെ സ്തോത്രം ചെയ്യും. ഒന്നുകൂടെ പറ: യേശുവേ, അങ്ങ് എൻ്റെ ദൈവമാകുന്നു, ഞാൻ അങ്ങയെ പുകഴ്ത്തുന്നു. അതിൻ്റെ 29: യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. അതെ, നമുക്ക് ഒരുമിച്ച് പറയാം. എല്ലാവരും ചേർന്ന് പറഞ്ഞു: യേശുവിന് സ്തോത്രം ചെയ്യുവീൻ, യേശു നല്ലവനല്ലോ, യേശുവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞ്: യേശുവിന് സ്തോത്രം ചെയ്യുവീൻ, യേശു നല്ലവനല്ലോ, യേശുവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്നുപാദപീഠത്തിലേക്ക് അടുത്ത് വരിക. ഞങ്ങളുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 16ാമത്തെ ദിവസം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നപ്പാ. കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. രാത്രി തന്ന ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആരോഗ്യത്തോട് ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ അങ്ങ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. അപ്പാ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. അവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. ആവശ്യങ്ങളുടെ മേൽ ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ. ദൈവകൃപ ഇവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുക്കണമേ. പരിശുദ്ധന്മാവേ, അങ്ങ് അവരെ സഹായിക്കണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, അവൻ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങ് തൻ്റെ മഞ്ഞും മഴയും പെയ്യിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രോഗികളായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഓ, താങ്ക് യു ജീസസ്. ശാരീരികമായ ക്ഷീണത്താൽ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇടത്ത് കൈക്ക് പെരുപ്പ് അനുഭവപ്പെടുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ, പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ, പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ. അതുപോലെ കർത്താവെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പൽക്കാലം കർത്താവെ പൂർണ്ണ വിടുതലിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കണമേ. ഇന്ന് കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും ഭവനങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിറയുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ ഉപദേശിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി, അങ്ങയുടെ വഴിയെ നടക്കുന്ന കുഞ്ഞുങ്ങളാക്കി അങ്ങ് തീർക്കുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ. അങ്ങയുടെ വഴിയിലൂടെ അവരെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ദേശങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൃപയിൽ പൊതിയണം. ഞങ്ങളായിരിക്കുന്ന സഭകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലായിടത്തും ദൈവത്തിൻ്റെ മഹാത്മ്യവും മഹത്വവും അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ വീണ്ടും ഞങ്ങൾക്ക് ഒരുമിച്ചത് ഈ സന്ദേശം കേൾക്കുവാൻ കൃപ തന്നിരിക്കുന്നതിന് നന്ദി. ആമേൻ. ഇന്ന് വൈകിട്ടത്തെ സൂം മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഉപവാസത്തിന് 16ാം ദിവസം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ,
ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പറയുവാനുള്ളത്, നമ്മുടെ പ്രാർത്ഥനകളുടെയും ഉപവാസത്തിൻ്റെയും 16 ദിവസങ്ങളിൽ നമ്മളെത്തി. ഇന്ന് 16ാമത്തെ ദിവസം. ഇനി വളരെ ചുരുക്കം ദിവസങ്ങൾ കൊണ്ട് കഴിയുമ്പോൾ ഈ പ്രാർത്ഥനയും ഉപവാസവും കഴിയും. 2020 നമ്മളെ വിട്ട് കടന്നു പോകും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ കർത്താവിൻ്റെ സന്നിധി സീരിയസ് ആയിട്ടിരിക്കുക, കൂടുതൽ സമയം പ്രാർത്ഥിക്കുക, വേദപുസ്തകം വായിക്കുക, ആരാധിക്കുക, വൈകിട്ട് തക്ക സമയത്ത് മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ഒരുമിച്ച് നമുക്ക് 2021 പ്രവേശിക്കണം. പൂർണ്ണ ശക്തിയോടെ പുതുബലത്തോടുകൂടെ വേണം കയറുക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറയുവാനുള്ള കാരണം പുതുബലത്തോടെ പുതുശക്തിയോടെയും നമുക്ക് കയറണം കേട്ടോ. അതുകൊണ്ട് എല്ലാവരും അതിനുവേണ്ടി ഒരുക്കമുള്ളവരായിരിക്കണം. ഇന്ന് വായിക്കേണ്ട വേദഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 22 മുതൽ 24 വരെ, അപ്പോസ്തല പ്രവൃത്തി 21 അധ്യായം, തീത്തോസ് 1 മുതൽ 3 വരെ, ഫിലോമോൻ ചാപ്റ്റർ 1 ഒരു അധ്യായമേ ഉള്ളൂ, ആ ഒരു അധ്യായം. ആമേൻ. റെവലേഷൻ 17ാമത്തെ അധ്യായം എല്ലാവരും വായിക്കണം, മറക്കരുത്. തക്ക സമയത്ത് വായിക്കുക. ദൈവം നിങ്ങളെ അതിനായിട്ട് ഒരുക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. വൈകിട്ടത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് ഇയ്യോബിൻ്റെ പുസ്തകം 22:29 ജോബ് ചാപ്റ്റർ 22-29. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും, താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. വെൻ മെൻ ആർ കാസ്റ്റ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പം നിന്നെ താഴ്ത്തുമ്പോൾ നീ എന്തു പറയണം? ഉയർച്ച എന്ന് നീ പറയും, താഴ്മയുള്ളവനെ അവൻ രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു പ്രത്യാശയാണ്. നമ്മളോട് ഒരു പ്രത്യാശയുടെ വാക്കുകളായി പറഞ്ഞു. എവിടൊക്കെ നമുക്ക് താഴ്ച അനുഭവിക്കുന്നോ, എവിടൊക്കെ നമ്മൾ താഴ്ത്തപ്പെടുന്നോ, അവിടൊക്കെ ദൈവമക്കളായി നമ്മൾ പറയേണ്ട, അയ്യോ താന്നു പോയല്ലോ, ഇനി ഞാൻ എന്നാ ചെയ്യും, എന്നെ അവരെല്ലാം അവിടെ താഴ്ത്തി എന്നല്ല പറയേണ്ടേ. ദൈവം എന്നെ തക്ക സമയത്ത് ഉയർത്തുമെന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് കർത്താവിൻ്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നത്. അയ്യോ താന്നു പോയല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെടാനുള്ളവരല്ല നമ്മൾ. എവിടെ നമ്മളെ താഴ്ത്തിയോ അവിടൊക്കെ ദൈവം നമ്മളെ ഉയർത്തും. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ അവർ താഴ്ത്തി, ദൈവം പൊട്ടക്കിണറ്റിൽ നിന്ന് അവനെ പൊക്കിക്കൊണ്ടുവന്നു. അവരെ കാരാഗ്രഹത്തിലേക്ക് താഴ്ത്തിയിട്ടു, അവിടുന്നും പൊക്കിക്കൊണ്ടുവന്നു. അതാണ് കർത്താവ് നമ്മുടെ കൂടെ ഉള്ളിടത്തോളം കാലം. എവിടൊക്കെ താഴ്ത്തപ്പെട്ടെന്ന് പറഞ്ഞാലും, ഏതൊക്കെ സാഹചര്യത്തിൽ താഴ്ത്തപ്പെട്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമ്മളെ സമയത്ത് ഉയർത്തുക തന്നെ ചെയ്യും. നമ്മുടെ ഭാവിയിൽ ദൈവം നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. കാരണം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു എന്നിലും നിങ്ങളിലും ഇരിക്കുക. ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുന്നിടത്തോളം കാലം നമ്മൾ താഴ്ചയല്ല അനുഭവിക്കുന്നത്. കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ ഉയരും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ ഉയരും, നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങൾ ഉയരും, നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾ ഉയരും, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഉയർച്ച പ്രാപിക്കും. ഇത് എവിടെ ഇന്ന് താന്നു പോയല്ലോ, അയ്യോ താന്നല്ലോ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാതെ, എവിടെയെങ്കിലും താഴ്ച പറ്റിപ്പോയെങ്കിൽ അതോർത്ത് അവൻ നിരാശപ്പെട്ട് എവിടെയെങ്കിലും മൂലക്കിരുന്നിട്ട് ഇനി എന്തോ ചെയ്യും, എങ്ങനായിത്തീരും എന്ന് പറഞ്ഞിരിക്കാതെ, കർത്താവ് എന്നെ ഉയർത്തുമെന്ന് പറഞ്ഞാട്ട് ഏത് സാഹചര്യത്തിൽ നിന്നും, ഏത് പൊട്ടക്കിണറ്റിൽ നിന്നും, ഏത് കാരാഗ്രഹത്തിൽ നിന്നും എന്നെ പുറത്തു കൊണ്ടുവന്ന് എന്നെ മാനിക്കേണ്ടതുപോലെ മാനിക്കുവാൻ കർത്താവ് മതിയായവനാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. അവൻ എന്നെ പാറമേൽ നിർത്തി എന്നാണ് പറഞ്ഞത്. പാറയെന്ന് പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഉറപ്പും പൊക്കവുമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്നെ കർത്താവ് എന്നെ നിർത്തി. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ച വ്യക്തിയാണോ? യേശു ക്രിസ്തു നിങ്ങളുടെ അകത്ത് ഉണ്ടോ? യേശു നിങ്ങളുടെ രക്ഷിതാവാണോ? ധൈര്യമായിട്ടിരുന്നാട്ടെ. ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും കർത്താവ് നമ്മളെ പൊക്കിക്കൊണ്ടുവരുവാൻ മതിയായവന്. ഈ താഴ്ച എന്നൊക്കെ പറയുന്നത് അല്പകാലത്തേക്കുള്ളൂ. അയ്യോ എന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നോ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൂടുതൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചു തുടങ്ങുകയും, അയ്യോ ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാതെ ബൈബിൾ അങ്ങ് വായിക്കേ, പിടിച്ചു വെച്ച് വായിക്കേ. ചിലർക്കാണെങ്കിൽ ഈ ഇപ്പം കഷായം കുടിക്കാൻ പറയാൻ പ്രയാസമാണ്, പക്ഷേ അവർ ആവശ്യമാണെന്ന് കാണുമ്പോൾ അങ്ങ് കുടിക്കുക. അതുപോലെ നമ്മൾ അങ്ങ് ഇരിക്കുക, കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക, ദൈവവചനം ധ്യാനിക്കാനായിട്ടിരിക്കുക. ചിലർ പറയും നിരാശയാണ് പ്രാർത്ഥിക്കണം. എന്തിനാണ് നിരാശപ്പെടുന്നത്? ഏതവസ്ഥയിൽ നിന്നും വിടുവിപ്പാൻ കർത്താവ് ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് നിരാശപ്പെടുന്നത്? ഈ നിരാശ എന്നുള്ള പദം ദൈവമക്കളുടെ നിഘണ്ടുവിൽ പോലും ഉണ്ടാകാൻ പാടില്ല. ദൈവമക്കൾക്ക് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവ നമ്മുടെ അകത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മളെന്തിനാണ് നിരാശപ്പെടുന്നത്?
നിരാശ കൊണ്ടുവരുന്ന പിശാച കേട്ടോ, നമ്മളെ നിരാശപ്പെടുത്തുന്നത്. ഓ ഇനി എന്നാ ചെയ്യാനാ എന്നുള്ള നിരാശ കൊണ്ടുവരുന്ന പിശാച, അല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല എന്ന് തോന്നൽ കൊണ്ടുവരുന്ന പിശാച. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നിടത്തോളം കാലം അതിനെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഭാവി നിങ്ങളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാമ്പത്തികമായ ഞെരുക്കമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ പറയാം, നമ്മളങ്ങ് നിരാശപ്പെട്ടു പോകുന്നു, അയ്യോ താന്നു പോയില്ല. ആ സമയത്ത് പരാതിപ്പെടരുത്. ആ സമയത്ത് എന്നാ ചെയ്യണമെന്നറിയാം? ഭവനത്തിനകത്ത് കയറി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിക്കകത്തോട്ട് കയറി ദൈവവചനത്തിൻ്റെ നിങ്ങളെക്കുറിച്ച് ദൈവവചനം എന്തു പറഞ്ഞിരിക്കുന്നു അത് നിങ്ങൾ അതിശക്തമായിട്ട് നിങ്ങളെ നോക്കി തന്നെ പ്രവചിക്കണം. വചനം നിങ്ങൾ പറയണം. ആമേൻ. എന്നിട്ട് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശക്തമായി പ്രഖ്യാപിക്കണം. നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതിയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ എൻ്റെ മേലും നിങ്ങളുടെ മേലും വന്നിരിക്കുക. അത് നമ്മൾ ധൈര്യത്തോടെ അങ്ങോട്ട് പറയണം. എന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം അതിന് പാകമാകുന്ന രീതിയിലേക്ക് മാറും. നമ്മൾ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ, അതായത് കർത്താവ് എന്നെ വലിയ ജാതിയാക്കും, കർത്താവ് എന്നിലൂടെ ലോകരാജ്യങ്ങളെ അനുഗ്രഹിക്കും, കർത്താവ് എന്നിലൂടെ എൻ്റെ കുടുംബക്കാരെ അനുഗ്രഹിക്കും, കർത്താവ് എന്നിലൂടെ എൻ്റെ ദേശക്കാരെ അനുഗ്രഹിക്കും എന്നൊക്കെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇന്നത്തെ ആ ചെറിയ വിഷമങ്ങളോ ഭാരങ്ങളോ ഒന്നും ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതെ തളരാതെ, ഹല്ലേലൂയ സ്തോത്രം, കർത്താവ് സ്ഥിതി മാറ്റുന്നത് കണ്ടുകൊണ്ട് ആ വായിൽ നിന്നും അത് തന്നെ പറഞ്ഞാട്ടെ. അതാണ് യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ചയെന്ന് നീ പറയും. എന്താ പറയുന്നത്? ഉയർച്ച എന്ന് പറയും. നീ എവിടൊക്കെ താഴ്ത്തപ്പെട്ടാലും ഞാൻ കർത്താവിൽ ഉള്ളവനായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഉയർത്തപ്പെടുക തന്നെ ചെയ്യും. റബ്ബർ പന്ത് താഴോട്ടിടുന്ന അനുസരിച്ച് അത് പൊങ്ങി വരുന്നത് പോലെ, താഴോട്ടിടുന്നതിൻ്റെ പ്രഷർ കൂടുന്നതനുസരിച്ച് അത് കൂടുതൽ പൊങ്ങി വരുന്നത് പോലെ എവിടൊക്കെ താഴ്ത്തപ്പെടുന്നു അവിടെ എല്ലാം കർത്താവ് നിങ്ങളെ ഉയർത്തും കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ നാവിൽ നിന്ന് താഴ്ചയല്ല പറയേണ്ടത്. എൻ്റെ ഉള്ളിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ട് എല്ലായിടത്തും ഞാൻ ഉയരുക തന്നെ ചെയ്യും. അവസാനം എൻ്റെ കർത്താവ് വരുമ്പോൾ ഞാൻ അവനോടുകൂടെ പോവുകയും ചെയ്യും. കാരണം എന്നാ? ക്രിസ്തുവിൻ്റെ അകത്തിരിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിനിൽ വസിക്കുന്നത് കൊണ്ട്, കാഹളനാദം കേൾക്കുമ്പോൾ ഞാൻ അവനോടുകൂടി എടുക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ഒരു ലക്ഷ്യവും ഈ ഒരു ബോധവും ഈ ഒരു പ്രത്യാശയും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമേൻ. എന്തൊക്കെയാ? നമ്മൾ ഈ ഭൂമിയിൽ എവിടെയൊക്കെ താഴ്ത്തപ്പെട്ടാലും കർത്താവ് നമ്മളെ ഉയർത്തുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. കാരണം എന്നാ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തിരിക്കുക, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുക. അതുകൊണ്ട് നമ്മൾ നിശ്ചയമായിട്ടും ഉയർത്തപ്പെടും. അതുമാത്രമല്ല, ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ ഉള്ളതുകൊണ്ട് കർത്താവിൻ്റെ കാഹളത്തിങ്കിൽ നമ്മൾ എടുക്കപ്പെടുക തന്നെ ചെയ്യും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ ഒരു ബോധത്തോടെ നിരാശപ്പെടേണ്ട. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലിക ജീവിതമാണ്. തൽക്കാലത്തേക്കുള്ള ജീവിതമാണ്. ഇത് കഴിഞ്ഞാൽ കണ്ണുനീരില്ലാത്ത, നിരാശയില്ലാത്ത, ദുഃഖമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നമ്മളെ കർത്താവ് പ്രവേശിപ്പിക്കും. അപ്പോൾ ആ ഒരു പ്രത്യാശ എപ്പോഴും നമ്മുടെ അകത്തുണ്ടാകണം. അങ്ങനെ പ്രത്യാശയുള്ള മക്കളായി ഈ സീസണുകളിൽ നമുക്ക് ജീവിക്കാം. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ സമയങ്ങളിൽ കൂടുതൽ പ്രത്യാശയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴുകൻ ചൊറകടിച്ച് കയറുന്നത് പോലെ കയറുവാനുള്ള അധികാരവും അഭിഷേകവും ഈ ദിവസങ്ങൾ കർത്താവ് നമ്മുടെ മേൽ പകർന്നു തന്നിരിക്കുക. അത് ജ്വലിപ്പിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് താഴ്ത്തുമ്പോൾ എന്ത് നമ്മൾ പറയണം? ഉയർച്ച എന്ന് പറയണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ the power of Holy Spirit. God bless you. God bless you. God bless you.